ഇപ്പൊ നമ്മളിപ്പോ അദ്ദേഹം യാത്ര ചെയ്യുന്നതോ എന്നല്ലല്ലോ, ഒരു മാക്സിമം വരുന്നത് ഒരു പാക്കേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ദുബായ് വഴി യാത്രയാണ് മാക്സിമം വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു 60 മുതൽ 80,000 രൂപ. അസ്ക, ഈ 3 രാജ്യങ്ങളിലെ 80,000 രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തു തരുമോ? അങ്ങനെയാണ് ഞാൻ പൈസ തരാം. എനിക്ക് ഇന്തോനേഷ്യയിലും അതുപോലെ പിന്നെ നമ്മുടെ ദുബായിലും അതുപോലെ സിംഗപ്പൂരിലും പോകാൻ. അത് 19 ദിവസം വേണം എനിക്ക്. നിങ്ങൾ 80,000 രൂപയ്ക്ക് എനിക്ക് ടിക്കറ്റും താമസവും ഒക്കെ തരപ്പെടുത്തി തരുമോ? നിങ്ങളെ പാക്കേജുകൾ പരിശോധിച്ചാൽ കിട്ടുന്നേ. ഇപ്പൊ അതൊന്നും വലിയ നിങ്ങളുടെ പാക്കേജ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്റെ ഷാജഹാൻ, 80,000 രൂപ ഒരു രാജ്യത്ത് പോലും പോകാൻ പറ്റില്ല. ടിക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ടിക്കറ്റിന് എത്ര പണമാണ്? മാത്രമല്ല അവിടുത്തെ താമസം 19 ദിവസമാണ്. 19 ദിവസം 80,000 രൂപ മതി ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. വലിയ വിഷമാണ് അഡ്വക്കേറ്റ് അസ്ക. കഷ്ടം തന്നെ. അങ്ങനല്ല, തരം താഴരുത്. അല്ല, 80,000 ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ബുക്ക് ചെയ്ത് തരൂ, ഞാൻ റെഡിയാണ് പോകാൻ. 19 ദിവസം പോകണം. എനിക്ക് 3 രാജ്യങ്ങൾ, താമസം എല്ലാം വേണം, ഭക്ഷണം ഉൾപ്പെടെ. അതായത് ഇയാൾ ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100% നിങ്ങളിപ്പോ പറഞ്ഞത്. ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100%. കഷ്ടം തന്നെ. നിങ്ങൾ ഒന്നുകിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് അല്ലേ? കഷ്ടം തന്നെ. നമസ്കാരം. VSന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ. അതല്ല, ഇപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ അദ്ദേഹം നല്ലൊരു അവതാരകൻ കൂടിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഞാനൊരു അവതാരകനാണ്, അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അഭിമാനമാണ് എന്നുള്ള കാര്യം. എന്നാൽ അദ്ദേഹം ഏറെ അഭിമാനത്തോടെ പറയുന്ന കാര്യം, ഞാൻ VSന്റെ സെക്രട്ടറിയാണ് എന്നുള്ളതാണ്. VSന്റെ സെക്രട്ടറിയായ KM ഷാജഹാനും അതേപോലെ ജനൻ TV-യുടെ അനിൽ നമ്പ്യാരും കൂടി ചേർന്നാൽ ഏതെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ ആളുകൾ വന്നാൽ, പ്രത്യേകം CPM-ന്റെ പ്രതിനിധികൾ വന്നാൽ, അവർ ജീവനും കൊണ്ട് ഓടുന്ന ഭാഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് കൃത്യമായി അവർ നിർവഹിക്കാറുണ്ട്. അത്രയും പൊട്ടത്തരങ്ങളായിരിക്കും മിക്കവാറും ചാനൽ ചർച്ചകളിൽ പറയുക. ഈ അടുത്ത ദിവസം ഈ ജനൻ TV-യുടെ ഡിബേറ്റിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് അക്സർ കൊല്ലം, അദ്ദേഹം വിഡ്ഢിത്തം വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ പടുവിഡ്ഢിത്തം, ഒരാളും വിളിച്ചു പറയാൻ പാടില്ലാത്ത വെറും പ്രഹസനമുണ്ടാക്കുന്ന ഒരു തറ നിലവാരം പുലർത്തുന്ന ഒരു കാര്യം പറയുകയുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ അക്സർ എൻ്റെ അഭിഭാഷകനായിരുന്നു എന്ന് കൂടി പ്രത്യേകം പറയേണ്ടതാണ്. അദ്ദേഹം കൊല്ലം ബാറിലെ അഡ്വക്കേറ്റാണ്. രശ്മി കൊലക്കേസിൽ സരിതയെ പ്രതിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേക ഹർജി കൊടുത്തിരുന്നു. അതിൽ എൻ്റെ അഭിഭാഷകനായിരുന്നു അക്സർ. ആ കേസ് അവിടെ തള്ളിപ്പോയി. പിന്നീട് ഞാൻ എൻ്റെ പിന്നിൽ പോയില്ല. ആ കേസിൽ എൻ്റെ അഭിഭാഷകനായ അക്സർ പിന്നീട് കാണുന്നത് CPM-ന്റെ പ്രതിനിധിയായിക്കൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കോടതികളിൽ കൃത്യമായി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് നേരിട്ടറിയാം. വളരെ ശക്തമായ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി ഫൈറ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും ബഹുമാനമാണ്. അദ്ദേഹം എതിരാളികൾ പോലും ബഹുമാനത്തോടെ ഒരാളാണെങ്കിലും ചാനൽ ചർച്ചകൾ വെറും താഴെ നിലവാരം പുലർത്തുന്നു പിണറായി വിജയന് വേണ്ടി എന്നുള്ള ഇതാണ് സത്യം. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു വളരെ വികൃതമായ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആരും കേട്ടാലും പൊട്ടിച്ചരിക്കുന്ന ഇയാളെ ഇത്ര പടുവിഡ്ഢിയാണോ എന്ന് ചിന്തിക്കാവുന്ന ഒരു പ്രസ്താവന നടത്തി. പിണറായി വിജയനും കുടുംബവും, അതായത് പിണറായി വിജയൻ്റെ ഭാര്യ, പേരക്കുട്ടി, പിന്നെ മകള്, പിന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ്, മകനും മകൻ്റെ ഭാര്യയും എല്ലാം കൂടിയുള്ള ഒരു സംഘം ഇവിടുന്ന് തുടങ്ങി ദുബായ് തുടങ്ങി അങ്ങനെ ഇന്തോനേഷ്യ, അതേപോലെ സിംഗപ്പൂർ, അങ്ങനെ 8 രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഇതിലെല്ലാം കൂടെ 19 ദിവസത്തെ യാത്രയ്ക്ക് 81,000 രൂപ ചിലവുള്ളൂ എന്നാണ്, വിമാന ടിക്കറ്റിന് ചിലവുള്ളൂ എന്നാണ് അക്സർ പറഞ്ഞത്. ഇത് കേട്ടിട്ട് രോഷാകുലനായ നമ്മുടെ KM ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ട്രൗസർ ഊരി വിട്ടു എന്നുള്ളതാണ് സത്യം. ഇത്രയും ഒരാൾ പരിഹാസനായി ഇരിക്കുന്ന രംഗം ഞാനൊരു ചാനൽ ചർച്ചയും കണ്ടില്ല. അദ്ദേഹം അക്സർ പൊതുവെ ഏത് കേട്ടാലും അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ, അങ്ങനെ കുഴപ്പക്കാരനൊന്നല്ല. പക്ഷേ അക്സറെ ഇട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ ശരിക്കും തീർത്ത് കൊല്ലുകയാണ്. നമുക്ക് ആ ചാനൽ ചർച്ചയുടെ ഭാഗങ്ങളിലേക്ക് പോകാം. നമ്മൾ തുടക്കത്തിൽ ചെറിയൊരു ഭാഗം കൊടുത്തുള്ള പൂർണ്ണമായി ഒന്ന് കേട്ട് നോക്കാം. അതായത് അനിയൻ നമ്പ്യാരുടെ ഇടയ്ക്കുള്ള ഡയലോഗുകളുണ്ട്. ഞാൻ ടിക്കറ്റ് എടുത്തോളാം
എനിക്കൊന്ന് എടുത്തു തരാമോ, ഞാൻ 3 രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റിന് പൈസ ഇപ്പം തന്നെ തരാം, എനിക്കൊന്ന് അവിടെ പോയി വരണം എന്നൊക്കെ പറയുന്ന സംഭാഷണം കൂടി ചേരുമ്പോൾ CPM-ന്റെ പ്രതിനിധികൾ പിണറായി വിജയന് വേണ്ടി എത്രമാത്രം പരിഹാസരാവുകയാണ് പൊതു മധ്യത്തിൽ. ഇതൊക്കെ ജനങ്ങൾ കാണുന്ന ചാനലല്ലേ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ചാനലുകളാണ്. ഇതിൽ വീഡിയോ വരുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ യൂട്യൂബ് വഴി ഏത് ചാനൽ നോക്കാതെ ധാരാളം അത് ഷെയർ ചെയ്ത് പോവുകയും ചെയ്യും. അതിലേറ്റവും രസകരമായ ഒരു കോമാളിയുടെ വേഷം ധരിക്കേണ്ടി വന്ന അക്സറുടെ രൂപം കണ്ട് എനിക്ക് പോലും സങ്കടം തോന്നിപ്പോയി. നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ഇപ്പൊ നമ്മളിപ്പോ അദ്ദേഹം യാത്ര ചെയ്യുന്നതോ എന്നല്ലല്ലോ, ഒരു മാക്സിമം വരുന്നത് ഒരു പാക്കേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ദുബായ് വഴി യാത്രയാണ്. മാക്സിമം വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു 60 മുതൽ 80,000 രൂപ. അസ്ക, ഈ 3 രാജ്യങ്ങളിലെ 80,000 രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തു തരുമോ? അങ്ങനെയാണ് ഞാൻ പൈസ തരാം. എനിക്ക് ഇന്തോനേഷ്യയിലും അതുപോലെ പിന്നെ നമ്മുടെ ദുബായിലും അതുപോലെ സിംഗപ്പൂരിലും പോകാൻ. അത് 19 ദിവസം വേണം എനിക്ക്. നിങ്ങൾ 80,000 രൂപയ്ക്ക് എനിക്ക് ടിക്കറ്റും താമസവും ഒക്കെ തരപ്പെടുത്തി തരുമോ? നിങ്ങളെ പാക്കേജുകൾ പരിശോധിച്ചാൽ കിട്ടുന്നേ. ഇപ്പൊ അതൊന്നും വലിയ പിണറായി വിജയൻ പോകുന്ന പാക്കേജാ അല്ല, നിങ്ങളുടെ പാക്കേജ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്റെ ഷാജഹാൻ, 80,000 രൂപ ഒരു രാജ്യത്ത് പോലും പോകാൻ പറ്റില്ല. ടിക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ടിക്കറ്റിന് എത്ര പണമാണ്? മാത്രമല്ല അവിടുത്തെ താമസം 19 ദിവസമാണ്. 19 ദിവസം 80,000 രൂപ മതി ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. വലിയ വിഷമാണ് അഡ്വക്കേറ്റ് അസ്കർ. കഷ്ടം തന്നെ. അങ്ങനല്ല, തരം താഴരുത്. അല്ല, 80,000 ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ബുക്ക് ചെയ്ത് തരൂ, ഞാൻ റെഡിയാണ് പോകാൻ. 19 ദിവസം പോകണം. എനിക്ക് 3 രാജ്യങ്ങള് താമസം എല്ലാം വേണം, ഭക്ഷണം ഉൾപ്പെടെ. അതായത് ഇയാൾ ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100% നിങ്ങളിപ്പോ പറഞ്ഞത്. ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100%. കഷ്ടം തന്നെ. നിങ്ങൾ ഒന്നുകിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് അല്ലേ? കഷ്ടം തന്നെ. അങ്ങനല്ല, നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിലും ബിസിനസ് ക്ലാസ് യാത്രയും ഒക്കെ തന്നെ നിങ്ങൾക്ക് പുറത്തുവിടാൻ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടും. ഇതൊക്കെ പുറത്തുള്ള തെളിവാ സുഹൃത്തെ. ഇതൊക്കെ എന്നേ പുറത്തു വന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഇത് എന്തോ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ മുഴുവൻ നേരത്തെ പുറത്തു വന്നതാണ് ഇതൊക്കെ. അയാൾ ദുബായിൽ ചെന്നാൽ ദുബായിൽ ഏറ്റവും പണക്കാരൻ താമസിക്കുന്ന ഹോട്ടലിൽ അയാൾ താമസിക്കാറുള്ളൂ. ഇതെങ്കിലും അന്വേഷിച്ചിട്ട് വേണ്ടേ ചർച്ചയ്ക്ക് വരാൻ? കഷ്ടം തന്നെ. അല്ല ഷാജാൻ, ഒരാളോട് വിമർശിക്കണമെങ്കിൽ എന്തും വിളിച്ചു പറയാം. എന്തുമല്ലല്ലോ വിളിച്ചു പറഞ്ഞത്. അല്ല, എന്തും എന്തുമല്ലല്ലോ വിളിച്ചു പറഞ്ഞത്. ഞാൻ വിളിച്ചു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ ദുബായിൽ ചെന്നാൽ അവിടുത്തെ ഏറ്റവും സമ്പന്നര് താമസിക്കുന്ന ഹോട്ടലിലെ താമസിക്കാറുള്ളൂ. ഇതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇതെന്തുമല്ല, ഇത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങേക്ക് അതിന്റെ തെളിവുണ്ടെങ്കിൽ അല്ല, ഇതിനു മുമ്പ് അദ്ദേഹം താമസിച്ചത് അവിടെയാണ്, ഷാജഹാൻ പറയുന്ന ഹോട്ടലിലാണ്, ഹയാത്തിലാണ്. നിങ്ങൾ ഈ കൊല്ലത്ത് പൊട്ടക്കിണറ്റിൽ ഇരിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും അറിയാം. നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ചർച്ചയ്ക്ക് പോകുന്നതിനും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നാണക്കെട്ട് പോകും. ഷാജഹാൻ അസ്കറിന് അറിയാത്തതല്ല, അസ്കർ മനഃപൂർവ്വം അതൊക്കെ മറച്ചു വെക്കുകയാണ്. അല്ലാതെ അസ്കറിന് അറിയാൻ ഇത്രയും മീനാവരുത് ഒരു സീനിയർ അഡ്വക്കേറ്റ്. ഒരു മിനിറ്റ് പിന്നെ അഡ്വക്കേറ്റ് അസ്കർ, ഇപ്പൊ ഈ ഒരു സമയത്ത് എന്തായിരുന്നു ഇത്ര തിടുക്കത്തിൽ 19 ദിവസം വിദേശത്ത് പോകാനുള്ള ആ പ്രചോദനം എന്താണ്? ഒരു ചോദന കാണുമല്ലോ. അങ്ങനല്ല, അങ്ങനെ ചോദ്യം പിണറായി വിജയനോട് തന്നെ ചോദിക്കണം. കാരണം അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ പാർട്ടിക്ക് മാത്രം അതൊന്നും നടക്കില്ല. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൊന്നും നടന്ന ചരിത്രമില്ല. ഇനി ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന വലിയ ആളാണല്ലോ ഇയാൾ. CPM-ൽ ഏറ്റവും കൂടിയ പോളിറ്റി ബ്യൂറോ മെമ്പറാണല്ലോ. ഇന്ത്യയിലെ ആകെപ്പാടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണല്ലോ ഇയാൾ. ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇയാളുടെ ഉത്തരവാദിത്വം എന്താ? ഇയാളുടെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോയി അവിടെ പ്രചരണം നടത്തുക എന്നുള്ളതല്ലേ അയാളുടെ ഉത്തരവാദിത്വം. അയാൾ മുഖ്യമന്ത്രിയല്ലേ. MA ബേബി എവിടെയാണെന്ന് അറിയാവോ? ഹസ്കറിന് ആന്ധ്രയിൽ അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രചരണം നടത്തുകയാണ് MA ബേബി. വൃന്ദ കാരാട്ട് അവര് ആന്ധ്രയിൽ പ്രചരണം നടത്തുകയാണ്. മണിക് സർക്കാർ അയാൾ പശ്ചിമ ബംഗാളിൽ പ്രചരണം നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ എനിക്കറിയില്ല, അങ്ങനെ വരുമ്പോൾ
CPM-ന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന പിണറായി വിജയൻ അതിനിർണായകമായ തെരഞ്ഞെടുപ്പ്, മോദി 3ാം തവണ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഇല്ലാതാവുന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നോടും നിങ്ങളോടും ഒക്കെ. ആ പിണറായി വിജയൻ CPM നടത്തുന്ന ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ അയാൾ പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകേണ്ടതിന് പകരം ഉളുപ്പുണ്ടോ? എന്റെ ഭാസ്കറെ, ഉളുപ്പ്, ലജ്ജയുണ്ടോ അയാൾക്ക്? ആ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ, ലജ്ജ ചിഹ്നം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയിൽ, ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്കില്ലേ സാർ? ആ ഒരു ഉത്തരവാദിത്തമെങ്കിലും അദ്ദേഹത്തിന് നിക്ഷിപ്തമായ ഉത്തരവാദിത്തം അദ്ദേഹം അത് നിറവേറ്റേണ്ടതല്ലേ? അപ്പോൾ ഒളിച്ചോടുന്നതല്ലേ? അതോ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൂട്ടിയിട്ടില്ല എന്നാണോ? അങ്ങനെയല്ല, പാർട്ടിയുടെ അനുമതി, കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി ഒക്കെ വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ യാത്ര ചെയ്തത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത്തരമൊരു സ്വകാര്യ യാത്ര ചെയ്യുന്നതിന് പാർട്ടിയുടെ അനുമതി ഉണ്ടാവും. അതനുസരിച്ച് വളരെ നേരത്തെ പിണറായി വിജയൻ അനുമതി വാങ്ങിയിട്ട് യാത്ര ചെയ്യുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ പിണറായി വിജയൻ അനുവാദം വാങ്ങിയിട്ടാണ് സീതാറാം യെച്ചൂരി അവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്. അത് പിണറായി വിജയൻ കൊടുക്കുന്ന കാശ് കൊണ്ടാണ് സീതാറാം യെച്ചൂരി വണ്ടിക്ക് ഇന്ധനം അടിക്കുന്നത് അവിടെ. സീതാറാം യെച്ചൂരി യഥാർത്ഥത്തിലുള്ള പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പോയി ജോലി ചെയ്യായിരുന്നു വേണ്ടിയിരുന്നു.